ഇന്ന് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി എണീക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം രണ്ടാൾക്കും ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം പുലർന്നിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ എണീറ്റ് വന്നപ്പോഴേ ഉറക്കച്ചടവൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ടാണ് താഴത്തോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ വിളക്കും കത്തിച്ചു, ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ നിന്നു കേട്ടോ. നല്ല മഞ്ഞാണിപ്പം. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമാണല്ലോ. അപ്പോൾ ഇന്നിപ്പം പിള്ളേർക്ക് പോകണ്ടാത്തത് കൊണ്ട് ഇന്ന് അരിയല്ല ആദ്യം ഇടുന്നത്. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ ഏകദേശം 6 മണിയായി. 6:30-7 മണിയൊക്കെ ആകുമ്പം ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം കേട്ടോ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ചൂരക്കറി ഒന്ന് തിളപ്പിക്കാനായിട്ടും വെച്ചു. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ പച്ചക്കറി ഒന്നും തലേന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇഡലിക്ക് ഇവിടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്. സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടെങ്കിലും ഇഷ്ടമാണ്, അല്ലാതെ ചമ്മന്തി തന്നെയായിട്ട് ഇഡലിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ സാമ്പാർ റെഡിയാക്കിയാൽ മീൻകറി ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്കും എനിക്ക് കറി സെറ്റാവും. മീൻകറി സാമ്പാർ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേഗം ഞാനങ്ങ് റെഡിയാക്കി എടുത്തു. ആ ഒരു സമയം കൊണ്ട് ഇഡലി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇഡലി ഒന്ന് ആറാനായിട്ട് ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി തിളപ്പിച്ച് വാങ്ങിയെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നലത്തെ ചൂരക്കറി. അപ്പം ചൂരക്കറി എല്ലാം വാങ്ങി വെച്ചതിന് ശേഷം വേഗം നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഇത്തിരി പരിപ്പും കഷ്ണങ്ങളും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയായിട്ട് അങ്ങ് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയ പരിപ്പിന് ഒത്തിരി വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കഷ്ണങ്ങളുടെ കൂടെ തന്നെ അങ്ങ് വേവിച്ചെടുക്കുമായിരുന്നു. അപ്പം അത് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വേഗം അപ്പുറത്തെ വീട്ടിൽ, തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പാല് വാങ്ങുന്നത്. അപ്പം നമ്മുടെ ഒരു മതിലിനപ്പുറത്താണ്, നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ വാങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓമനാൻ്റെ അവിടെ നിന്ന് പാലൊക്കെ വാങ്ങിയിട്ട് ഞാൻ വേഗം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കൈയോടെ തന്നെ അരി അങ്ങ് കഴുകി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും വെന്ത് വരും. അപ്പോൾ ഒന്ന് തിളപ്പിച്ച് അങ്ങ് വാർത്താൽ മതി. അപ്പോൾ അരി അടുപ്പത്തിട്ടതിന് ശേഷം നമ്മുടെ കുക്കറിൽ വിസിലടിച്ച് തുടങ്ങി. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം വേഗം ഞാൻ മിച്ചം വന്നിട്ടുണ്ടായിരുന്ന മാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് പകർത്തി എടുത്തു വെച്ചു. വേഗം തന്നെ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ തകൃതിയായിട്ട് പണിയെടുക്കുമ്പോൾ ഏട്ടൻ കുട്ടികളെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് താഴെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഉള്ളൂ 4 ആളും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ. അപ്പം ബൈ.